وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. അല്ലാഹുവിന്റെ വചനം അല്ലാഹു പറയുകയാണ്, ആദമിന്റെ മക്കളെ, സ്നേഹത്തോടുകൂടിയുള്ള റബ്ബിന്റെ വചനം, ആദമിന്റെ മക്കളെ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരങ്ങളും മരണത്തിന്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും. കറുത്തവനാകട്ടെ വെളുത്തവനാകട്ടെ, അധികാരിയാകട്ടെ അധീനനാകട്ടെ, കുബേരനാകട്ടെ ദരിദ്രനാകട്ടെ, അമേരിക്കയിൽ സായിപ്പിന്റെ മകനായി ജനിച്ചുകൊണ്ട് ഐശ്വര്യത്തിന്റെ തൊട്ടിലിൽ കിടന്ന് വളർന്നവനാകട്ടെ, ആരോരുമില്ലാതെ സോമാലിയുടെ തെരുവുകളിൽ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി യാചിക്കുന്ന പാവപ്പെട്ടവന്റെ ദരിദ്രന്റെ മകനാകട്ടെ, എല്ലാ ശരീരവും മരണത്തിന്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരങ്ങളും മരണത്തിന്റെ രുചി ആസ്വദിക്കുക തന്നെ ചെയ്യും. വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ആ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് മക്കളെ, ആ മരണത്തിന് ശേഷം ഒരു കൂടലുണ്ട് മക്കളെ, ആ മരണത്തിന് ശേഷം അല്ലാഹുവിന്റെ അടുത്തൊരു കൂടലുണ്ട്. അനുജന്മാരെ, ആ കൂടലിൽ നീ എന്താണോ ചെയ്തത്, നിന്റെ കരങ്ങൾ എന്താണോ പ്രവർത്തിച്ചത്, നിന്റെ പാദങ്ങൾ എവിടേക്കാണോ നടന്നു പോയത്, നിന്റെ നാവുകൾ എന്താണോ മന്ദിച്ചത്, നിന്റെ ഹൃദയത്തിന്റെ തുടിപ്പുകളിൽ നീ കൊണ്ടു നടന്ന ആദർശം എന്താണോ, എല്ലാത്തിനും നിന്റെ വാക്കുകൾക്കും നിന്റെ പ്രവൃത്തികൾക്കും നിന്റെ ചിന്തകൾക്കും നാളെ റബ്ബിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും. ഭർത്താവിന്റെ സാന്നിധ്യത്തിൽ ആരാന്റെ മുന്നിൽ തന്റെ സൗന്ദര്യം പ്രദർശിപ്പിക്കാൻ അക്കം കൂട്ടുന്ന പെണ്ണെ, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ പഞ്ചമുച്ചമടക്കിക്കൊണ്ട് നിൽക്കേണ്ട ഒരു ദിവസത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ നീ? പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് അസ്സലാത്തു ഖൈറും മിനൻ നൗം എന്ന ബാങ്കിന്റെ ധ്വനികൾ ഉയരുന്ന സമയത്ത് പുതപ്പ് മുഖത്തേക്ക് വലിച്ചിട്ടുകൊണ്ട് ഉറക്കത്തിന്റെ ഗാഢതയിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഷഹാദത്തിനെഞ്ചിലേക്കിയ മുസ്ലിമേ, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ പഞ്ചമുച്ചമടക്കിക്കൊണ്ട് ഉത്തരം പറയേണ്ടി വരുന്ന ഒരു ദിവസത്തെക്കുറിച്ച് നീ എപ്പോഴെങ്കിലും ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ, എല്ലാ കാര്യങ്ങൾക്കും എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രതിഫലം നൽകപ്പെടുന്ന ദിവസം. ഫമൻ സുഹ്സിഹ അനിൻ നാർ വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ആ ഒരു ദിവസത്തിലുണ്ടല്ലോ, ഭാര്യ തുണക്കാത്ത ദിവസം, മക്കള് തുണക്കാത്ത ദിവസം, വാപ്പ തുണയില്ലാത്ത ദിവസം, ഉമ്മ തുണയില്ലാത്ത ദിവസം, ആ ദിവസത്തിൽ ആരാണോ നരകത്തിന്റെ പാതാളത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതോ, ആരാണോ നരകത്തിന്റെ പാതാളത്തിൽ നിന്ന് കിളികൾ പാറിക്കളിക്കുന്ന ആനന്ദത്തിമുറപ്പുള്ള സ്വർഗത്തിന്റെ കവാടം കടന്നുകൊണ്ട് അവന്റെ കാലടികൾ സ്വർഗത്തിന്റെ പൂന്തോട്ടത്തിൽ വെക്കുന്നതാരാണോ, അവനാണ് ഭാഗ്യവാൻ. ഫഖദ് ഫാസ്, അവൻ വിജയിച്ചിരിക്കുന്നു. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. പ്രിയപ്പെട്ട അനുജന്മാരെ, ജ്യേഷ്ഠന്മാരെ, ബാപ്പമാരെ, ഉമ്മമാരെ, ഹൃദയത്തുടിപ്പിന്റെ അകത്തളങ്ങളിൽ രേഖപ്പെടുത്തി വെക്കേണ്ട വല്ലാത്ത വചനം. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. നീ കാണുന്ന ദുനിയാവിന്റെ പച്ചപ്പുണ്ടല്ലോ, നീ കാണുന്ന ദുനിയാവിന്റെ ആനന്ദമുണ്ടല്ലോ, നീ കാണുന്ന ദുനിയാവിന്റെ സന്തോഷമുണ്ടല്ലോ, ഒരിക്കലും നശിക്കുകയില്ല എന്ന് വിചാരിച്ച് നെഞ്ചോട് ചേർത്ത് വെക്കുന്ന നിന്റെ ദുനിയാവിന്റെ ആർഭാടവും അന്തസ്സുമുണ്ടല്ലോ, ദുരഭിമാനമുണ്ടല്ലോ, പഞ്ചനയുടെ വിഭവമാണ് മോനെ. മരണം വരെ മാത്രം നീണ്ടു നിൽക്കുന്ന ഒന്നാണ്. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സമയത്ത് നിന്റെ ധനം നിനക്ക് ഉപകരിക്കുകയില്ല, നിന്റെ തലയിൽ തലോടിയ നിന്റെ കാമുകി നിനക്ക് ഉപകരിക്കുകയില്ല, നിനക്ക് വേണ്ടി സിന്താവ വിളിച്ചതിന്റെ അനുയായികൾ ഉപകരിക്കുകയില്ല. മകനെ, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസാഹിബതിഹി വബനീഹി
10 മാസം ഗർഭാശയത്തിന്റെ അകത്ത് ഗർഭം ധരിച്ച എന്റെ പ്രിയപ്പെട്ട മാതാവ് ആ മഹ്ശറയിൽ ഈ പൊന്നുമകനെ കാണുമ്പോ ഓടിയകലുന്ന ദിവസം നിന്റെ മകനും നിന്റെ ഭാര്യയും ഓടിയകലുന്ന ദിവസം ഇന്നെനിക്കൊരു രോഗം വന്നാൽ, എന്റെ ഒരു കിഡ്നി ഫെയിലായാൽ, എന്റെ ഹൃദയത്തിന്റെ പിടിപ്പിന്റെ താളമൊന്ന് തെറ്റിയാൽ, എന്റെ കണ്ണെങ്ങാനും ആർദ്രമായാൽ, എന്റെ കവിളിന്റെ പുറത്തുകൂടി കണ്ണുനീര് ചാലിട്ടുരുകിയാൽ എന്റെ ബാപ്പയുടെ മനസ്സ് വേദനിക്കും. എന്റെ കിഡ്നി ഒന്ന് ഫെയിലായാൽ ബാപ്പയ്ക്കുള്ള എല്ലാ സ്വത്തുക്കളും വിറ്റുകൊലച്ചുകൊണ്ട് എന്റെ ഒരു കിഡ്നി റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ബാപ്പ സഹായിക്കും. ഞാൻ ജീവജീവമായി ജീവിതകാലം മുഴുവൻ കിടക്കുമെന്ന് തോന്നിയാലും ബാപ്പ എല്ലാ സ്വത്തുക്കളും വെച്ചുകൊണ്ട് ഈ പൊന്നുമോനെ ഒരുപക്ഷെ സംരക്ഷിച്ചേക്കാം. ബാപ്പ കാറ് വേണമെന്ന് പറയുമ്പോൾ കാറ് വാങ്ങിത്തരും, ബാപ്പ മൊബൈൽ വേണമെന്ന് പറയുമ്പോൾ മൊബൈൽ വാങ്ങിത്തരും, ബാപ്പ ലാപ്ടോപ്പ് വേണമെന്ന് പറയുമ്പോൾ ലാപ്ടോപ്പ് വാങ്ങിത്തരും. പക്ഷേ നാളെ മഹ്ശറാവൻ സഭയിൽ അല്ലാഹുവിന്റെ കോടതിയിൽ ഉനൈസ് എന്ന് പറയുന്ന എന്റെ ബാപ്പയുടെ പൊന്നുമകൻ അമലിന്റെ കുറവോടുകൂടി ബാപ്പയുടെ അടുത്ത് ചെല്ലുകയാണ്. ബാപ്പാനോട് പറയുകയാണ്, ബാപ്പ, പ്രിയപ്പെട്ട ബാപ്പ, ദുനിയാവിൽ വെച്ച് എന്നെ ചികിത്സിച്ച ബാപ്പ, ദുനിയാവിൽ വെച്ച് എനിക്ക് കാറ് വാങ്ങിച്ചെന്ന ബാപ്പ, ദുനിയാവിൽ വെച്ച് എനിക്ക് മൊബൈൽ വാങ്ങിച്ചെന്ന ബാപ്പ, ദുനിയാവിൽ വെച്ച് എനിക്ക് ലാപ്ടോപ്പ് വാങ്ങിച്ചു തന്ന ബാപ്പ, എന്റെ കണ്ണൊന്ന് നിറഞ്ഞ സമയത്ത് 1000 കുതിരശക്തിയോടുകൂടി എന്റെ കണ്ണുനീരെ തുടക്കാൻ ആർജവം കാണിച്ച, ഉത്സാഹം കാണിച്ച ബാപ്പ, ഇന്നിതാ ഉനൈസിന്റെ കയ്യിൽ അമൽ കുറവാണ്, ഇന്നെന്റെ കയ്യിൽ അമൽ കുറവാണ് ബാപ്പ. ബാപ്പ ഒരുപാട് അമലും കൊണ്ട് സ്വർഗത്തിലേക്ക് പോകാൻ പോകുകയല്ലേ, സ്വർഗത്തിൽ എന്നേക്കുമുള്ള ആനന്ദത്തിൽ തിമിർത്താടാൻ പോകുകയല്ലേ, വലിയ ദർജയല്ലേ സ്വർഗത്തിൽ കിട്ടിയിരിക്കുന്നത്. ഈ പൊന്നുമകനിതാ നരകത്തിന്റെ പാതാളത്തിൽ വീണുകൊണ്ട് എന്നേക്കുമായി നരകിക്കാൻ പോകുകയാണ്. ബാപ്പയുടെ പക്കൽ നിന്നൊരൊറ്റ അമലെനിക്ക് കിട്ടിയാൽ ബാപ്പ നരകത്തിലേക്ക് പോകുകയില്ല. പക്ഷേ ബാപ്പ സ്വർഗത്തിലേക്ക് നടന്നു പോകുമ്പോ ഈ മകനും കൂടെ വരാം ബാപ്പ. അവിടെ വെച്ചെന്റെ പ്രിയപ്പെട്ട പിതാവ് എന്നോട് പറയുന്ന മറുപടി എന്താണ്? പൊന്നുമോനെ, ഇത് മഹ്ശറയാണ്, പൊന്നുമോനെ, ഇത് പരലോകമാണടാ. ഇവിടെ ബന്ധങ്ങൾക്ക് സ്ഥാനമില്ല, ഇവിടെ സെന്റിമെന്റ്സുകൾക്ക് സ്ഥാനമില്ല, ഇവിടെ വികാരങ്ങൾക്ക് സ്ഥാനമില്ല, ഇവിടെ ബന്ധങ്ങളുടെ നൂലാമാലകളില്ല. നഫ്സി നഫ്സി, എന്റെ സ്വന്തമാണ്, എന്റെ സ്വന്തമാണ്. എനിക്ക് നിന്റെ കരുണനീരി കാണേണ്ട ആവശ്യമില്ല, എനിക്ക് നിന്റെ കരച്ചിൽ കാണേണ്ട ആവശ്യമില്ല, എനിക്ക് നിന്റെ ദുഃഖം കാണേണ്ട ആവശ്യമില്ല. എനിക്ക് സ്വർഗത്തിലേക്ക് പോകണം മോനെ, മോൻ നരകത്തിലേക്ക് പോയിട്ടുള്ളോ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ബാപ്പ എന്നെ ആട്ടിയകറ്റുന്ന വല്ലാത്ത ഒരു ദിവസം യൗമ യഫിറുൽ മർഉ മിൻ അഖീ